ഹായ് മൈ ഡിയർ വൺസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ദുപ്പട്ട സാരി ഡ്രേപ്പിംഗ് ആണ് ചെയ്യുന്നത്. അതായത് സാരി വെച്ച് തന്നെ ഒരു ദുപ്പട്ട ഇട്ടതുപോലെയുള്ളൊരു പ്ലീറ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്, ഭയങ്കര യുണീക്കുമാണ്. ആദ്യം തന്നെ നോർമലി നിവി ഡ്രേപ്പ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. സാരി ഡ്രേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് സൈഡിൽ ടക്കിൻ ചെയ്ത് ബോഡിക്ക് ചുറ്റും സാരി ചുറ്റിയെടുത്തിട്ട് നമ്മൾ പ്ലീറ്റ്സ് ഇടുക. അതായത് നമ്മൾ പല്ലൂടെ പ്ലീറ്റ്സ് നമ്മൾ എങ്ങനെയാണോ എടുക്കുന്നത് അതേപോലെ പ്ലീറ്റ്സ് എടുക്കുക. പ്ലീറ്റ്സ് എടുക്കുന്ന സമയത്ത് ചെറിയ വിട്ടുള്ള പ്ലീറ്റ്സ് എടുക്കാൻ നോക്കുക. അപ്പോഴാണ് നല്ലൊരു ദുപ്പട്ട ഇട്ടതുപോലത്തെ ഒരു ഫ്ലെയർ എഫക്റ്റ് വരിക. അപ്പോൾ കുഞ്ഞായിട്ടുള്ള പ്ലീറ്റ്സ് നമ്മൾ എടുത്തിട്ട് ഷോൾഡറിലേക്ക് സെക്യൂർ ചെയ്യുക. പ്ലീറ്റ്സ് എടുക്കുന്ന സമയത്ത്, അതായത് പ്ലീറ്റ്സ് സെക്യൂർ ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ നമ്മുടെ നീ ലെങ്ത്ത് വരെയൊക്കെയല്ലേ പ്ലീറ്റ്സിൻ്റെ ലെങ്ത്ത് നമ്മൾ വെക്കുക. ഇവിടെ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ പ്ലീറ്റ്സിൻ്റെ ലെങ്ത്ത് വളരെ കുറച്ചിട്ടാണ് വെക്കുന്നത്. ആ സാരിയുടെ ഒരു മൊത്തം ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്ലീറ്റ്സിന് നമ്മൾ പല്ലുടെ ഇറക്കം നമ്മൾ കുറയ്ക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പ്ലീറ്റ്സ് എടുത്തിട്ട് ഷോൾഡറിൽ സെക്യൂർ ചെയ്യുക. ഞാനിവിടെ വീഡിയോയിൽ സെക്യൂർ ചെയ്യുന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സാധാരണ എടുക്കുന്ന പല്ലു ലെങ്ത്തിൻ്റെ പകുതി മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അങ്ങനെ പ്ലീറ്റ്സ് സെക്യൂർ ചെയ്തതിന് ശേഷം ബാക്കി ഫാബ്രിക് നമ്മൾ ബോഡിയുടെ ചുറ്റിലും ചുറ്റിയെടുക്കുക. അതിനുശേഷം ബാക്കി വരുന്ന താഴത്തെ പ്ലീറ്റ്സിൻ്റെ ഫാബ്രിക് ഒരു മീറ്ററോളം പുറകിലേക്ക് കുറച്ചിങ്ങനെ ലൂസായിട്ട് ഇട്ടിട്ട് വേണം ബാക്കി പ്ലീറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. ആ പ്ലീറ്റ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് സെൻറ്ററിലോ റൈറ്റിലോ ലെഫ്റ്റിലോ എവിടെ വേണമെങ്കിലും ടക്കിൻ ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് വെറൈറ്റീസ് പരീക്ഷിക്കാൻ ആഗ്രഹമുള്ളവർക്ക് എങ്ങനെ വേണമെങ്കിലും ടക്കിൻ ചെയ്യാം. ഞാനിവിടെ സെൻറ്ററിലാണ് ടക്കിൻ ചെയ്യുന്നത്. എനിക്ക് അധികം എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ള മൂഡുണ്ടായിരുന്നില്ല. അങ്ങനെ താഴത്തെ പ്ലീറ്റ് നമ്മൾ ടക്കിൻ ചെയ്തതിന് ശേഷം ബാക്കി നമ്മൾ നേരത്തെ ലൂസായിട്ട് വിട്ട ഫാബ്രിക് ശരീരത്തിന് പുറകിൽ കൂടെ എടുത്തിട്ട് നമ്മുടെ ലെഫ്റ്റ് ഷോൾഡറിലേക്ക് ഇടുക. അത് നിങ്ങൾക്ക് ലൂസായിട്ട് ഇടുക, അല്ലെങ്കിൽ പ്ലീറ്റ്സ് എടുത്തിട്ടിടാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇപ്പോൾ ശരിക്കും ഒരു ദുപ്പട്ട ഇട്ടിട്ടുള്ള ഒരു എഫക്റ്റാണ് നമ്മളിവിടെ ഈ ഡ്രേപ്പിലൂടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ ആദ്യം ലൂസാക്കി ഇട്ട് നോക്കി. അപ്പോൾ എനിക്ക് തോന്നി പ്ലീറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് പ്ലീറ്റ് ചെയ്തും ഇട്ട് നോക്കി. അപ്പോൾ ഈ സാരിയുടെ ഫാബ്രിക് ഷിഫോൺ ഫാബ്രിക്കാണ്. ഞാൻ റണ്ണിങ് മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് ഇതിൻ്റെ ബോർഡറൊക്കെ ഫിറ്റ് ചെയ്ത് സാരി ആക്കിയതാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു ഡ്രേപ്പ് കാണാൻ. ഡ്രേപ്പ് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ റിസൾട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പം നമുക്ക് എന്തായാലും ഒന്ന് ഫുൾ ലുക്ക് കാണാം. നല്ല ഭംഗിയുണ്ടായിരുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും ഷിഫോൺ സാരീസൊക്കെ ഉടുക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡ്രേപ്പിംഗ് സ്റ്റൈലും കിട്ടും. എന്നും കാണുന്ന ആ നിവി ഡ്രേപ്പിൽ നിന്ന് ഒരു മോചനവും കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ഡ്രേപ്പിംഗ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.